ഇക്കോ വില്ലേജ് ഒരുക്കുന്നുവെങ്കിൽ എന്തൊക്കെയാണ് നിങ്ങൾ ക്രമമായി ഒരുക്കേണ്ടി വരിക? അതാണ് ഇന്നത്തെ പ്രമേയം. ഇക്കോ വില്ലേജസ് നീഡ് ഷെയർഡ് വാല്യൂസ്, സ്ട്രോങ് സ്ട്രക്ചർ ആൻഡ് റിസോഴ്സ് സെൽഫ് റിലയൻസ്. ഇതാണ് ഇന്നത്തെ വിഷയം. ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ ഈ ദിനം, സന്തോഷകരമാകട്ടെ, സൗഖ്യകരമാകട്ടെ. അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ എവരെയും നയിക്കുമാറാകട്ടെ. ഇക്കോ വില്ലേജിന്റെ ആവശ്യകതയെക്കുറിച്ച് നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിച്ചു. അപ്പോ ഇക്കോ വില്ലേജ് എന്ന് പറയുന്നത് സ്വാശ്രയത്വത്തിന്റെ ഒരു അടിസ്ഥാന രൂപപാട് അല്ലെങ്കിൽ അടിസ്ഥാന മാർഗമാണെന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പൊ അങ്ങനെ ഒരു ഇക്കോ വില്ലേജ് തുടങ്ങാൻ നമ്മൾ ഒരുങ്ങുകയാണെങ്കിൽ, നിങ്ങൾ ഒരുങ്ങുകയാണെങ്കിൽ, നമ്മൾ ഒരുങ്ങുകയാണെങ്കിൽ എന്തൊക്കെയാണ് ഇക്കോ വില്ലേജ് സ്ഥാപിക്കാൻ അടിസ്ഥാനപരമായിട്ട് വേണ്ടത്? നമ്മൾ പല ഇക്കോ വില്ലേജിന്റെ അടിസ്ഥാനമായിട്ടുള്ള പലതിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചെങ്കിലും അത് എങ്ങനെയാണ് അത് നിർവഹണത്തിൽ കൊണ്ടുവരേണ്ടത് എന്നുള്ളതാണ്. പിന്നെ ഒരു പ്രാക്ടിക്കൽ ആയിട്ട് ചെയ്യേണ്ടുന്ന വേറെ കുറച്ച് ഘട്ടങ്ങളുണ്ട്. അതല്ല, ഇത് അതിനു മുമ്പ് ഇക്കോ വില്ലേജിൽ തുടങ്ങണമെങ്കിൽ അതിന്റെ അടിസ്ഥാന ഘടകങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. പ്രകൃതിയിൽ നിന്നും വഴിമാറിയതാണ് സുസ്ഥിരത നാശമാകാൻ കാരണമെന്നുള്ളത്. അപ്പൊ പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു ബോധം ഉണ്ടാവുക എന്നുള്ളതാണ് ഇക്കോ വില്ലേജിന്റെ അടിസ്ഥാന നിയമം തന്നെ. അപ്പോ പ്രകൃതിയോട് ചേർന്ന് കൊണ്ടുള്ള ഒരു ജീവനത്തെക്കുറിച്ചുള്ള അടിസ്ഥാന ബോധം, അതിന്റെ മൂല്യം ആദ്യമേ ഉണ്ടാകണം, ആരിൽ ഉണ്ടാകണം. അവിടെ ജീവിക്കാൻ പോകുന്ന വ്യക്തികളിലെല്ലാം ഉണ്ടാവണം എന്ന് വെച്ചാൽ ഉടനെ നടക്കുമെന്നില്ല. ആരാണോ ഇക്കോ വില്ലേജിനെ വിഭാവനം ചെയ്യുന്നത് അവർക്കുണ്ടാവണം പ്രകൃതിയോട് ചേർന്ന ബോധം എന്നുള്ളത്. ആ ബോധത്തെക്കുറിച്ചുള്ള തിരിച്ചറിവ്, ബോധം വേണമെന്നുള്ള ആശയം പോരാ, ബോധത്തെക്കുറിച്ചുള്ള തിരിച്ചറിവ്, ആ ബോധത്തെ കൈകാര്യം ചെയ്തുള്ള പരിചയം, ആ ബോധമണ്ഡലത്തിലേക്ക് വന്നെത്തുന്ന സർവർക്കും അത് അനുഭവവേദ്യമാക്കി കൊടുക്കാൻ കേൾപ്പുള്ള ഒരു തരം ശേഷി ഇതുണ്ടാവണം. ഇതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു ഇക്കോ വില്ലേജ് ഉണ്ടാക്കുവാൻ സാധ്യമാവുകയുള്ളൂ. അല്ലാതെ കുറച്ചുപേർ ഒരുമിച്ച് ചേർന്ന് ഒരു സ്ഥലം വാങ്ങിച്ചിട്ട് അവിടെ ഒരു ഇക്കോ വില്ലേജ് ഉണ്ടാക്കുക എന്നുള്ളത് സാധ്യമല്ല. അപ്പോൾ പ്രകൃതിയോട് ചേർന്ന് നിൽക്കാനുള്ള ബോധം, പ്രകൃതിയാണ് ആധാരം എന്ന് തിരിച്ചറിയുന്ന ഒരു ബോധമുണ്ടെങ്കിൽ മാത്രമേ, അത്തരത്തിലുള്ള ഒരു അടിസ്ഥാന മർമ്മബോധം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് സാധ്യമാവുകയുള്ളൂ. രണ്ടാമത് വേണ്ടത് സഹജീവന ബോധമാണ്. നമുക്ക് സഹജീവിക്കാനുള്ള ബോധം, ലളിതമായ ജീവിതത്തിന്റെ മൂല്യം, ദൗത്യബോധം, ഉത്തരവാദിത്വ ബോധം എന്നുള്ളവ ആദ്യം ഉണ്ടായിരിക്കണം. ഇതുണ്ടെങ്കിൽ മാത്രമേ ഒരു ഇക്കോ വില്ലേജ് എന്നുള്ളത് നടപ്പിലാക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുക പോലും വേണ്ടതുള്ളൂ. ഇത്രയും കൊണ്ട് മതിയോ? പോരാ. ഒരു സമൂഹം, ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാവണം. ആ കമ്മ്യൂണിറ്റിയുടെ പ്രത്യേകത എന്തായിരിക്കും? ആദ്യം പറഞ്ഞ പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന ബോധം, അല്ലെങ്കിൽ പ്രകൃതി തന്നെയാണ് തന്റെ ആധാരം എന്നുള്ള തിരിച്ചറിവില്ലേ, ആ തിരിച്ചറിവിനെ ആധാരമാക്കിയുള്ള ഒരു പൊതുവിശ്വാസ വ്യവസ്ഥയുള്ള ഒരു കൂട്ടായ്മ ഉണ്ടാവണം. ആ വിശ്വാസമുള്ള കൂട്ടായ്മയ്ക്കിടയിൽ അന്യോന്യതയും വിശ്വാസവും, പരസ്പര വിശ്വാസവും ഉണ്ടാവണം. ഇവർക്ക് പൊതുവായ ഒരു ധർമ്മം ഉണ്ടാവണം, പൊതുവായ ലക്ഷ്യമുണ്ടാവണം. അതിനോട് ഓരോരുത്തർക്കും സ്വന്തം റോള് കണ്ടെത്തി അതിനകത്തായിരിക്കാനുള്ള പങ്കാളിത്തം ഉണ്ടാവണം, സഹജീവനം ഉണ്ടാവണം. ഒരുമിച്ച് അവർ ജീവിക്കണം. ഒറ്റ ദിവസം കൊണ്ട് ജീവിക്കണം എന്നുള്ളതല്ല. നമ്മളിവിടെ പറയുന്ന പോലെ രണ്ടാം വീട് എന്നുള്ള രീതിയിൽ ഇടയ്ക്കിടെ വന്നും പോയും ഇരിക്കുന്ന, ഇടയ്ക്കിടയ്ക്ക് ഒരുമിച്ച് ജീവിച്ചുള്ള പരിചയം ഉണ്ടാവണം. അടുത്തതായിട്ട് വേണ്ടത് നല്ലൊരു സംഘടനാ സംവിധാനമാണ്. ഓരോ രാഷ്ട്രം, ഇപ്പോ നമ്മൾ ഇക്കോ വില്ലേജ് എന്ന് പറയുന്നത് സത്യത്തിൽ ഒരു സ്വതന്ത്രമായ പരസ്പരാശ്രിതമായ ഒരു രാഷ്ട്രം എന്ന രീതിയിൽ തന്നെ നമ്മളത് മനസ്സിലാക്കണം. പക്ഷെ ആ രാഷ്ട്രം നിൽക്കുന്നത് ഇന്നത്തെ പൊളിറ്റിക്കൽ നേഷൻ എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, അതിന് വെളിയിൽ പോയിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ നേഷന്റെ അകത്തേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ആ പൊളിറ്റിക്കൽ നേഷന്റെ, അത് അവിടെ ഏത് നിയമവും ആകാം, എങ്ങനെയുള്ള ജനാധിപത്യ നിയമമാകാം, രാജഭരണമാകാം, ഏത് രൂപത്തിലുള്ളതാകാം. നമ്മുടെ നാട്ടിലെ ജനാധിപത്യമാണ്. അവിടെ നിയമപരമായ ആ രാജ്യത്തെ നിയമത്തിനനുസൃതമായ ഒരു ഘടന അതിനുണ്ടായിരിക്കണം. ഇപ്പൊ ട്രസ്റ്റ്, ഫൗണ്ടേഷൻ, സൊസൈറ്റി, കോഓപ്പറേറ്റീവ് എന്ന് പറയുന്ന പല രൂപങ്ങളുണ്ട്.
അതിന് കൃത്യമായിട്ടുള്ള നിയതമായിട്ടുള്ള നിയമങ്ങൾ പാലിക്കുന്ന രീതിയിലുള്ള ഒരു സംഘടന ഉണ്ടായിരിക്കണം. ആ സംഘടനയുടെ സ്ഥാപനത്തിന്റെ നിയമപരമായ സ്ഥാപനത്തിന്റെ പേരിലായിരിക്കണം അവിടുത്തെ ഭൂമി, അവിടുത്തെ വിഭവങ്ങൾ. അപ്പൊ ഇതിനെ നിയമപരമായി സെക്യൂർ ചെയ്യാൻ പാകത്തില്, ഭൗതികമായി സെക്യൂർ ചെയ്യാൻ പാകത്തിലുള്ള ഒരു സംഘടനാ സംവിധാനം ഉണ്ടാവണം. അത് നിരന്തരമായി എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ള രീതിയിലുള്ള ഒരു നിയമ വ്യവസ്ഥ അതിനകത്ത് ഉണ്ടായിരിക്കണം. അതായത് ട്രസ്റ്റ് ആണെങ്കിൽ അതിന്റെ ഭരണസമിതി എങ്ങനെയാണ്, അത് ഏത് തരത്തിലാണ് പ്രവർത്തിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് കൃത്യമായ ഒരു അവസ്ഥ ഉണ്ടാക്കിയിരിക്കണം. ഇതെങ്ങനെ മെമ്പർമാർക്കിടയിൽ അതെങ്ങനെ നിലനിൽക്കും, എങ്ങനെ നിലനിർത്തി കൊണ്ടുപോകണം എന്നുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള നയവും ഭരണ സംവിധാനവും ഉണ്ടാക്കിയിരിക്കണം. ഇവയില്ലാതെ 4 പേർ ഒരുമിച്ച് ചേർന്ന് ഒരു പരിപാടി ചെയ്യാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ സാധിക്കില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഒരു ഹാലൂസിനേഷന്റെ പുറത്ത് ഇങ്ങനെയൊക്കെ ചെയ്യാന്ന് വെറുതെ ഒരുമിച്ച് നിൽക്കുമെങ്കിലും ഇത് അധികകാലം പോവില്ല. ഇനി നമുക്ക് അങ്ങനെ ഒരു സംഘടനാ സംവിധാനം ഉണ്ടായി. അവിടെ നമുക്ക് ആദ്യം വേണ്ടത് പറഞ്ഞു, സംഘടനാ സംവിധാനം ഉണ്ടായി. സംഘടന എന്ന് വെച്ച് കഴിഞ്ഞാല് 4 പേർ കൂടി ചേർന്ന ഒരു വെറുതെ ഒരു തട്ടിക്കൂട്ട് സംഘടനയെ കുറിച്ചല്ല പറഞ്ഞത്, കൃത്യമായിട്ടുള്ള ഒരു ലീഗൽ വാലിഡിറ്റി ഉള്ള ഒരു സംഘം. ആ സംഘത്തിന്റെ പേരിൽ ഭൂമി ഉണ്ടാവണം. ആ ഭൂമി എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് ആ എൻവയോൺമെന്റുമായിട്ട് ചേർത്ത് കണ്ടുള്ള ഒരു വെൽ ഡിസൈൻഡ് ആയിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ടായിരിക്കണം. പ്രകൃതിയോട് അനുരൂപമായിട്ടുള്ള ഒരു പ്ലാനിങ് അവിടെ ഉണ്ടാവണം. അത് കൃത്യമായിട്ട് പെർമാകൾച്ചറും ഒക്കെ ആയിട്ട് ചേർന്നുകൊണ്ടുള്ള ഒരു തരം ഡിസൈനിങ് അവിടെ ഉണ്ടാവണം. ജലസംരക്ഷണ സംവിധാനങ്ങൾ, ജലവിതരണ സംവിധാനങ്ങൾ, അവിടുത്തെ ജൈവ വൈവിധ്യം എങ്ങനെ സംരക്ഷിക്കണം, പിന്നെ അവിടുത്തെ ആ പരിസരത്തെ കാറ്റിന്റെ ഓട്ടം എങ്ങനെയാണ്, നീരിന്റെ ഓട്ടം എങ്ങനെയാണ്, ഊർജത്തിന്റെ ഒരു ഒഴുക്ക് എങ്ങനെയാണ്, വെയിലടിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഏത് വിധത്തിലാണെന്നുള്ളത് അറിഞ്ഞുകൊണ്ടുള്ള ഒരു ഇക്കോളജിക്കൽ ഡിസൈൻ ഉണ്ടായിരിക്കും. അവിടെയാണ് പിന്നെ അടുത്ത സ്റ്റെപ്പ് വരുന്നത്. അവിടെ ഭക്ഷ്യശാസ്ത്രത്തിനുള്ള മാർഗമായിരിക്കണം ഉണ്ടാകേണ്ടത്. പെർമാകൾച്ചർ ഡിസൈൻ വരുമ്പോൾ തന്നെ അതിലേക്ക് വരുന്നുണ്ട്. അപ്പൊ അവിടുത്തെ കൃഷി എന്ന് പറയുന്നത് പ്രകൃതിദത്തമായിട്ടുള്ള, പ്രകൃതിയോട് ചേർന്നുകൊണ്ടുള്ള ഒരു കൃഷി രീതി നമ്മളവിടെ ഉണ്ടാകണം. പ്രാദേശികമായി അവിടെ ജീവിക്കുന്ന മനുഷ്യർക്ക് വേണ്ടുന്ന ഭക്ഷ്യങ്ങൾ അവിടെ ഉത്പാദിപ്പിക്കാനായിട്ട് മറ്റു ജീവജാലങ്ങൾക്കുള്ളത് കൂടെ കണ്ടിരിക്കണം. നമ്മൾ പശുവിനെ വളർത്തുന്നു, അല്ലെങ്കിൽ ഇപ്പൊ വന്യമൃഗങ്ങളെ വളർത്താൻ കഴിയില്ല, പക്ഷെ സാധാരണ ഡൊമസ്റ്റിക് ആനിമൽസ് നമ്മൾ വളർത്തുന്നുണ്ടെങ്കിൽ അവർക്കുള്ള ഭക്ഷ്യങ്ങൾ അവിടെ ഉണ്ടാകുന്ന രീതിയിലായിരിക്കണം. ഭക്ഷ്യങ്ങൾ അവിടെ നിരന്തരം ഉണ്ടാകണമെങ്കിൽ അവിടെ ഉറപ്പായിട്ടും നമുക്ക് നമ്മുടെ വിത്ത് എന്നുള്ള സംഭവം സംരക്ഷിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരിക്കണം. ഈ ഭക്ഷ്യസ്വാശ്രയത്വം ശരിയായ രീതിയിൽ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ സീസണൽ ആയിട്ടുള്ള ഭക്ഷണം, ഓരോ സീസണും അതിനനുസരിച്ചുള്ള ഭക്ഷ്യ രീതി, അതായത് ട്രഡീഷണൽ ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ നാട്ടില് സായിപ്പും അല്ലെങ്കിൽ മറ്റ് അധിനിവേശക്കാരും ഒക്കെ പഠിപ്പിച്ച ഒരു രീതിക്ക് പകരം അവിടെ ആ ഗ്രാമത്തിന് ഉതകുന്ന രീതിയിലുള്ള ഒരു സീസണൽ ഭക്ഷ്യശീലം ഉണ്ടായിരിക്കണം. അത് പ്രാദേശികമായ പ്രാചീന ഭക്ഷണ രീതി എന്തെന്ന് അന്വേഷിച്ചു പോയാൽ അവിടെ നിന്ന് അത് കിട്ടും. ആ സീസണിൽ അവിടെ എന്താണ്, ഓരോ സീസണിൽ എന്താണ് കഴിക്കാവുന്നത് എന്നുള്ളത് കിട്ടും. ഈ ഒരു ഭക്ഷ്യ ഉൽപാദന ഉപഭോഗ അല്ലെങ്കിൽ ഗുണഭോഗ രീതി അവിടെ ഉണ്ടായിരിക്കണം. ഈ ഭക്ഷ്യോൽപാദനത്തിന് നിരന്തരമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഭക്ഷ്യങ്ങൾ വിൽപ്പനയ്ക്കായിട്ട് ഉണ്ടാക്കരുത്. ഭക്ഷ്യങ്ങൾ വിൽപ്പനയ്ക്കായിട്ട് ഉണ്ടാക്കുന്ന സമയത്ത് ഭക്ഷ്യോൽപാദനത്തിന്റെ ലക്ഷ്യത്തിൽ മാറ്റം വരും. ഭക്ഷ്യ എന്ന് പറയുന്നത് കൺസ്യൂമറിസത്തിന്റെ ഒരു ഫ്രെയിംവർക്കിലേക്ക് മാറിപ്പോകും. അങ്ങനെ മാറുന്നതോടുകൂടി ഭക്ഷണത്തിന്റെ ക്വാളിറ്റി, ഉൽപാദനത്തിലുള്ള ഇൻവോൾവ്മെന്റ്, അതും നമ്മളും തമ്മിലുള്ള സമരസപ്പെടൽ തുടങ്ങിയ കാര്യങ്ങളെല്ലാം പോകും. കാരണം ഇൻ ടേംസ് ഓഫ് മണി നമ്മൾ ഭക്ഷണത്തെ കാണാൻ തുടങ്ങും. അതിനു പകരം ഭക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തെ നിലനിർത്താനുള്ള അടിസ്ഥാന അമൃതമാണെന്നുള്ള ബോധ്യത്തിലേക്ക് നമ്മൾ എത്തണം. അപ്പൊ അതിനുവേണ്ടിയുള്ള ഉൽപാദനം മാത്രമേ നമ്മൾ നടത്താവൂ. അതിനും അപ്പുറത്തേക്ക് ഉൽപാദനം നടത്തരുത്. അതിനപ്പുറത്തേക്ക് എന്ന് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കുന്ന എപ്പോഴും നമ്മുടെ ആവശ്യത്തിന് വേണ്ടി മാത്രം എന്നുള്ളതല്ല, ഒരു അല്പം കൂടുതലുണ്ടാവും. അത് നമ്മുടെ അയൽപക്കങ്ങൾക്ക് വിതരണം ചെയ്യാൻ പാകത്തിൽ, അയൽപക്കങ്ങൾക്ക് കൊടുക്കാൻ പാകത്തിലുള്ള ഒരവസ്ഥ ഉണ്ടായിരിക്കണം. ഇനി ഭക്ഷണം ആയി, അത് മതിയോ? ഈ ഭക്ഷണം കൃത്യമായിട്ട് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമുക്കവിടെ ഈ ആദ്യം പറഞ്ഞു വിത്തെന്ന്, അതുപോലെ തന്നെ വെള്ളം അത്യാവശ്യമാണ്. അപ്പോ വെള്ളം എന്നുള്ളത് സംഭരിക്കാനുള്ള, ഇപ്പൊ മഴവെള്ളം സംഭരിക്കുക, ഉള്ള വെള്ളത്തെ വീണ്ടും പുനരുപയോഗിക്കുക. ഇപ്പോ പാടൂര് നമ്മുടെ ഇക്കോ വില്ലേജില് അടുത്ത് തന്നെയാണ് പുഴ, മറുവശത്ത് വയൽ, അതുകൊണ്ട് വെള്ളം ഇഷ്ടം പോലെയാണ് എന്ന് വെച്ചിട്ട് നമ്മളവിടെ ഈ പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന ഒരു സംവിധാനത്തില്
ഒരു ബക്കറ്റ് വെള്ളത്തിൽ 30 പേരോ 40 പേരോ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും പാത്രം കഴുകിയെടുക്കുന്ന ഒരു വാഷിംഗ് സംവിധാനം നമ്മൾ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ ഓരോ കാര്യത്തിനും ജലം നമ്മൾ സൂക്ഷ്മമായി സംരക്ഷിക്കേണ്ടുന്ന ഒരു മാതൃക അവിടെ ഉണ്ടായിരിക്കണം. കാരണം നമുക്ക് അപ്പുറത്ത് പുഴയിൽ നിറച്ച് വെള്ളം കിടക്കുന്നു എന്നുള്ളതല്ല അവിടുത്തെ വിഷയം. അവിടെ വന്ന് കണ്ടും ബോധ്യപ്പെട്ടും പോകുന്ന ഒരാൾക്ക് ആ വിധത്തിൽ ഏറ്റവും മിതമായ വിഭവങ്ങൾ ഉപയോഗിച്ച് ജീവിക്കാൻ പറ്റുന്ന രീതിയിൽ ആ രീതിയിലുള്ള ഒരു ജലവിതരണ ക്രമം അവിടെ ഉണ്ടാവണം. ജലം കൃത്യമായിട്ട് ഉപയോഗിക്കാനുള്ളത്, വെള്ളം സ്റ്റോർ ചെയ്യാനുള്ളത്, ജലം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ആയിട്ട് മണ്ണിന് മുകളിൽ പുതയിടുന്നത്, സസ്യജാലങ്ങളുടെ വേരുകളിൽ എപ്പോഴും വെള്ളം പിടിച്ചു നിൽക്കാൻ പാകത്തിലുള്ള സംവിധാനമുണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയും. അതുപോലെ തന്നെ അവിടുത്തെ ഊർജ ഉത്പാദനം എന്ന് പറയുന്നത് നമുക്ക് ബയോഗ്യാസിനെ ഡിപ്പെൻഡ് ചെയ്യാം, സോളാറിനെ ഡിപ്പെൻഡ് ചെയ്യാം. സോളാറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഒരു സോളാർ പാനൽ, അതിന്റെ ബാറ്ററി തുടങ്ങിയ കാര്യങ്ങൾ ഉണ്ടായി വരണമെങ്കിൽ ഒരു വലിയ ഇൻഡസ്ട്രി അവിടെ വർക്ക് ചെയ്യേണ്ടതുണ്ട്. ആവശ്യത്തിലേറെ പ്രകൃതി ആഘാതങ്ങൾ ഉണ്ടാക്കിയതിനു ശേഷമാണ് ഒരു സോളാർ സെൽ, ഒരു സോളാർ സിസ്റ്റം നമ്മുടെ അടുത്തേക്ക് എത്തുന്നത്. അപ്പോൾ നമ്മളിപ്പോ സോളാർ ഉപയോഗിക്കുന്നുണ്ട് നമ്മൾ. അപ്പൊ സോളാർ എന്നുള്ളത് ഒരു നിരന്തര പ്രക്രിയയായിട്ട് കൊണ്ടുപോകുന്നതിന് പകരം ബയോഗ്യാസിനെയൊക്കെ ആശ്രയിക്കുന്ന രീതിയിലേക്ക് വരണം. ഏറ്റവും ചുരുങ്ങിയ ഉപഭോഗത്തിലേക്ക് കൊണ്ടുവരണം. ജലത്തിന്റെ ആണെങ്കിലും ഊർജത്തിന്റെ ആണെങ്കിലും. ഇപ്പൊ മാൻ പവർ ഉപയോഗിച്ചിട്ട് പ്രവർത്തിക്കുന്ന ഒരുപാട് ഉപകരണമുണ്ട്. ഇപ്പൊ വെള്ളം മുകളിലേക്ക് കയറ്റാനായിട്ട് രസകരമായിട്ടുള്ള മാൻ പവർ ഉപയോഗിച്ചുകൊണ്ടുള്ള ഉപകരണങ്ങൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഉദാഹരണത്തോളം റോപ്പ് പമ്പ് പോലുള്ള കാര്യങ്ങൾ, പെഡൽ പമ്പുകൾ തുടങ്ങിയ കാര്യങ്ങൾ ഉപയോഗിക്കാൻ പറ്റും. ഇലക്ട്രിസിറ്റിയുടെ ജനറേഷൻ നമുക്ക് വളരെ ചുരുങ്ങിയ വൈദ്യുതി ആവശ്യമുള്ളെങ്കിൽ ഇലക്ട്രിസിറ്റിയുടെ ജനറേഷൻ നമുക്ക് മാൻ പവർ ഉപയോഗിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. ഓറോവില്ലൊക്കെ അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നുണ്ട്. സാധന ഫോറസ്റ്റിലൊക്കെ അതൊക്കെ ഡെമോൺസ്ട്രേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഊർജ ഉൽപാദന രീതികൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെയാണ് നമ്മുടെ അവിടുത്തെ നിർമ്മാണ പ്രക്രിയകൾ. നമുക്ക് അവിടെ താമസിക്കണമല്ലോ. താമസിക്കണമെങ്കിൽ നിർമ്മാണം ആവശ്യമാണ്. നിർമ്മാണത്തിന് നമ്മൾ ഏതെങ്കിലും മല ഇടിച്ചു പൊളിച്ചു കൊണ്ടുവരുന്ന സിമന്റ്, കമ്പി തുടങ്ങിയ കാര്യങ്ങളും എവിടത്തേക്കോ മണ്ണ് പ്രോസസ്സ് ചെയ്തെടുത്ത് ഇഷ്ടികയും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടാണോ നമ്മൾ ചെയ്യേണ്ടത്? ഒരിക്കലും അങ്ങനെയുള്ള ഒരു കാര്യത്തിലേക്ക് പോകാതിരിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പകരം പ്രാദേശികമായി നമുക്ക് കിട്ടുന്ന വിഭവങ്ങൾ, മുള കിട്ടും, ഓല കിട്ടും, ചകിരി പോലുള്ള കാര്യങ്ങൾ കിട്ടും. ഇവയെല്ലാം ചകിരി കൊണ്ട് കയർ വിരിക്കുന്ന കാര്യം, അതുപോലെ തന്നെ സീലിംഗിൽ ചിലതൊക്കെ ചെയ്യാൻ കഴിയും, ചിരട്ട കൊണ്ട് ചെയ്യാൻ കഴിയും. ഇതുപോലുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് പ്രകാരം പ്രാദേശികമായിട്ടുള്ള മണ്ണ്, മുള, പിന്നെ അതുപോലെ തന്നെ മറ്റ് നമ്മൾ ഉപയോഗിച്ച് തീർന്ന അല്ലെങ്കിൽ നശിച്ചുപോയ വൃക്ഷങ്ങൾ, ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട്, പ്രകൃതിദത്ത വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട്, പ്രാദേശികമായിട്ടുള്ള ഘടകങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവിടെ നമുക്ക് ഗൃഹനിർമ്മാണം നടത്താൻ കഴിയും. ഗൃഹനിർമ്മാണം നടത്താൻ ഏതെങ്കിലും പണിക്കാരെ കൊണ്ടുവരല്ലേ വേണ്ട, നമ്മുടെ മാൻ പവർ ഉപയോഗിച്ച് തന്നെ ചെയ്യണം. ആ വിധത്തിലുള്ള നിർമ്മാണമാണ് ചെയ്യേണ്ടത്. പിന്നെ അങ്ങനെ നിർമ്മിക്കുന്ന സമയത്ത് ഇത് കാലാവസ്ഥയ്ക്ക് അനുകൂലമായിട്ടുള്ള, ഇപ്പൊ കാറ്റിന്റെ ഒഴുക്ക് എങ്ങനെയാണ്, ആ കാറ്റ് വന്നു കഴിഞ്ഞാൽ പൊക്കിക്കൊണ്ടു പോകുന്ന രീതിയിലൊന്നും അല്ല ഉണ്ടാക്കേണ്ടത്. കാലാവസ്ഥയ്ക്ക് അനുസൃതമായിട്ടുള്ള, ഇപ്പൊ പാലക്കാട് ജില്ലയിൽ ഉണ്ടാക്കുന്ന ചില ഉയർന്ന ചൂടുണ്ടാവും. ഈ ചൂടിനെ റെസിസ്റ്റ് ചെയ്യാൻ പാകത്തിൽ എന്താണ് വേണ്ടത്, അത് പാരമ്പര്യമായിട്ട് നമ്മളത് എങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് എന്നെല്ലാം പഠിച്ചുകൊണ്ടുള്ള കാലാവസ്ഥയ്ക്ക് അനുസരിച്ചുള്ള ഡിസൈനാണ് ഉണ്ടാകേണ്ടത്. പിന്നെ ഈ വീട്ടിൽ താമസിച്ചു തുടങ്ങുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമ്മുടെ മറ്റേ ഉപഭോഗം ആദ്യം സാധാരണ രീതിയിൽ ഉപയോഗിച്ചു തുടങ്ങും. പിന്നെ നമ്മുടെ ഉപഭോഗം കൂടി വരും. അപ്പോൾ ഉപഭോഗം കൂടുന്ന സമയത്ത് ലളിതമായിട്ടാണോ നമ്മുടെ ജീവിതം കൊണ്ടുപോകേണ്ടതെന്നൊരു പരിശോധിക്കേണ്ടതുണ്ട്. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അതിന്റെ വേസ്റ്റ് 0 ആയിരിക്കണം എന്നുള്ളത് മനസ്സിലാക്കുക. ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ ഉപഭോഗം നടത്തുക. അപ്പൊ അതിൽ ഗുണഭോഗം നടത്തിയാൽ മതി. എന്താവശ്യമോ അത് മാത്രമേ ഉപയോഗിക്കുന്നുള്ളത്. ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുള്ള പാഴ് എന്ന് നമ്മൾ കരുതുന്ന കാര്യങ്ങൾ മറ്റൊന്നിന്റെ ഇൻപുട്ടായിട്ട് മാറുന്നുണ്ടോ? അതാണ് ഇൻഡസ്ട്രിയൽ ഇക്കോളജിയുടെ ഒരു സമവാക്യം. അത് നമ്മുടെ ഔട്ട്പുട്ട് മറ്റൊന്നിന് ഇൻപുട്ടായി മാറുന്നുണ്ടോ? ആ വിധത്തിലുള്ള ഒരു പരിശോധന നടത്തുക. അപ്പോൾ അങ്ങനെയാണ് 0 വേസ്റ്റ് എന്നുള്ള ഒരു സമീപനം എന്ന് പറയുന്നത്. പിന്നെ നമ്മളിപ്പോ സസ്യങ്ങളോ മറ്റുള്ള സാധനങ്ങളോ എല്ലാം താഴത്തേക്ക് പോകുന്നു. നമ്മൾ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളോ അങ്ങനെയുള്ള ഇതെല്ലാം തന്നെ കേടുവന്നു പോകുന്നു. അവയൊക്കെ കമ്പോസ്റ്റ് ചെയ്ത് റീസൈക്കിൾ ചെയ്യാനുള്ള, റീസൈക്കിൾ ചെയ്യാനുള്ള ഒരു സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരിക. അതിന് വർഗീസായിട്ട് അതിന് 31R എന്ന് പറയുന്ന ഒരു സിസ്റ്റം തന്നെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ആ 31R എന്നുള്ള ആ ഒരു പ്രോസസ് നമ്മളിവിടെ കൊണ്ടുവന്നാൽ മതി. അതുപോലെ തന്നെ
നമ്മളിപ്പോൾ സ്വാശ്രയത്വം ആണല്ലോ പറയുന്നത്. അപ്പോൾ സ്വാശ്രയത്വം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വെളിയിൽ നിന്നുള്ള ഗാഡ്ജറ്റ്സിന്റെ ഉപഭോഗം പരമാവധി കുറയ്ക്കണം, ഭക്ഷ്യങ്ങളുടെ ഉപഭോഗം കുറയ്ക്കണം, മാർക്കറ്റിന്റെ ആശ്രയം കുറയ്ക്കണം. മാർക്കറ്റിന്റെ ആശ്രയം കുറയ്ക്കണം എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ വെളിയിൽ നിന്നും പല സാധനങ്ങളും വാങ്ങിച്ച് കൂട്ടത്തരുവരാൻ പ്രാദേശികമായ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ട് പ്രാദേശികം എന്ന് വെച്ചാൽ ആ ഗ്രാമീണമായ സാങ്കേതിക വിദ്യകൾ, ഗ്രാമീണമായിട്ടുള്ള അറിവും ഉപയോഗിച്ചുകൊണ്ട് അവിടുത്തെ വിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഉള്ള ഉൽപാദനം ഉണ്ടായിരിക്കണം. ഈ സ്കൗട്ടിങ്ങിലൊക്കെ പോയിട്ടുള്ളവർക്ക് അറിയാം, ചുറ്റുപാട് കിട്ടുന്ന വിറകും കഷ്ണമൊക്കെ എടുത്തിട്ട് നമുക്ക് വേണ്ടുന്ന ഗാഡ്ജറ്റ്സ് ഉണ്ടാക്കാൻ. ഇതുപോലുള്ള ഗാഡ്ജറ്റ് മേക്കിംഗ് നമ്മൾ പഠിക്കണം. പ്രാദേശികമായിട്ട് നമ്മൾ ഉത്പാദിപ്പിക്കണം. നമുക്ക് വേണ്ടുന്ന ഉപകരണങ്ങളെല്ലാം പ്രാദേശികമായിട്ട് ഉത്പാദിപ്പിക്കണം. എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിയും. ഇപ്പോൾ ആധുനിക കാലത്ത് കമ്മ്യൂണിക്കേഷൻ ഇല്ലാണ്ട് നടക്കില്ല. കമ്പ്യൂട്ടറോ മൊബൈലോ ലാപ്ടോപ്പോ ഇങ്ങനെയുള്ളതൊക്കെ വേണ്ടി വരും. ഇത് ഒരു സെന്ററിൽ മാത്രമായിട്ട് ഒതുക്കുക. അവിടെ ജീവിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഓരോരോ ലാപ്ടോപ്പ്, ഓരോരോ മൊബൈൽ, ഓരോരോ സംവിധാനം എന്നുള്ളതിന് പകരം ഇക്കോ വില്ലേജിന് മൊത്തത്തിൽ ഒരു കമ്മ്യൂണിക്കേഷൻ സെന്റർ ഉണ്ടാക്കിയിട്ട് അവിടെ വെക്കുക. വേണ്ടവർ വ്യത്യസ്ത സമയങ്ങളിൽ പോയിട്ട് അത് ഉപയോഗിക്കുക. അത് അത്യാവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക. ആ വിധത്തിലുള്ള വിനിമയ സംവിധാനങ്ങൾ, പൊതുലോകവുമായിട്ടുള്ള വിനിമയ സംവിധാനങ്ങൾ ആ വിധത്തിൽ ചുരുക്കുക. വേണ്ട എന്ന് വെക്കണം എന്നല്ല പറയുന്നത്, അത് ചുരുക്കുക. വേണ്ട എന്ന് വെക്കുന്ന ഒരു കാലം വരും, അത് മനസ്സിലാവുകയും ചെയ്യും. അപ്പോൾ പ്രാദേശികമായിട്ടുള്ള ഉൽപാദനം, പ്രാദേശികമായിട്ടുള്ള വിനിമയ സംവിധാനം, ചെറിയ സംവിധാനങ്ങൾ ഉണ്ടാക്കുക. മാർക്കറ്റിനെ ഡിപ്പെൻഡ് ചെയ്ത് കുറയ്ക്കുക. മാർക്കറ്റിനെ ഡിപ്പെൻഡ് ചെയ്ത് കുറയ്ക്കണമെങ്കിൽ നമ്മുടെ വേണ്ടുന്ന സാധനങ്ങളെല്ലാം നമ്മൾ പ്രാദേശികമായിട്ട് ഉൽപ്പാദിപ്പിക്കണം. എല്ലാം ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ജീവിതത്തെ റീഡിഫൈൻ ചെയ്യണം. പ്രാദേശികമായ വിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ജീവിക്കാൻ പാകത്തിൽ എങ്ങനെയാണ് ഇത് ക്രമീകരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ അറിയണം. ഇതൊക്കെ ബോധ്യമാവണം എന്നുണ്ടെങ്കിൽ അവിടെ ജീവിക്കുന്ന ആളുകൾക്ക് ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ ബോധപ്പെടണം. ജനിച്ച് ജീവിച്ച് വളർന്നു വരുന്ന കുട്ടികൾക്കൊക്കെ ഇത് കൃത്യമായി കിട്ടണം. ഈ ആശയങ്ങൾ കിട്ടണം. ഈ ആശയങ്ങൾ കിട്ടണം എന്നിട്ട് വരുന്നവരെ ആദ്യം പഠിപ്പിക്കണം. ആദ്യം ഇക്കോ വില്ലേജിലേക്ക് ഭാഗമായി വരുന്ന ആളുകളെ പഠിപ്പിക്കണം. അവിടെ ജനിച്ചു വീഴുന്നവരെ പഠിപ്പിക്കണം, വളർന്നു വരുന്നവരെ പഠിപ്പിക്കണം. അപ്പൊ അതിനനുസരിച്ചുള്ള ഒരു വിദ്യാഭ്യാസ വ്യവസ്ഥ ഉണ്ടാവും. അനുഭവാധിഷ്ഠിതമായിട്ടുള്ള ഒരു പഠനമായിരിക്കണം അവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടത്. അവിടുത്തെ ജീവിതത്തെ ശരിയായ രീതിയിൽ കൊണ്ടുപോകുന്ന ലൈഫ് ഹാക്കുകൾ, ജീവിത കൗശലങ്ങൾ എന്ന് പറയുന്നത്, അത് അവരെ പഠിപ്പിച്ചെടുക്കണം. അതിനനുസരിച്ച് ജീവിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ആരോഗ്യകരമായിട്ടുള്ള ജീവിത രീതി അവരിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയണം. അപ്പൊ അത്തരത്തിലുള്ള ഒരു വിദ്യാഭ്യാസ ജീവിത ശൈലി നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഇങ്ങനെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനാവും. ഗൃഹനിർമ്മാണത്തിന്റെ കാര്യത്തിൽ തന്നെ ശ്രദ്ധിക്കാവുന്ന ഒട്ടേറെ കാര്യങ്ങൾ. പാരസ്പര്യത്തിന്റെ കാര്യത്തിൽ ഗ്രാമക്കൂട്ടം എന്നുള്ള ഒരു സംവിധാനം ഉണ്ടാകും. ഗ്രാമക്കൂട്ടം വേണം അതിന്റെ തീരുമാനങ്ങൾ എടുക്കാൻ. ഇപ്പൊ വിവാഹം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടെങ്കിൽ വിവാഹം ഏത് രൂപത്തിലായിരിക്കണം, വ്യക്തിബന്ധങ്ങൾ ഏത് രൂപത്തിലായിരിക്കണം, ഇങ്ങനെ ഒളിമ്പസിന്റെ വെബ്സൈറ്റിൽ അതെല്ലാം കിടക്കുന്നുണ്ട്. നമ്മൾ ഒളിമ്പസിന്റെ ഗ്രാമത്തിൽ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് പറയുന്നത്. ഇതൊക്കെ ആ സമയത്ത് വരുന്നതല്ലേ എന്ന് ചിന്തിച്ചിട്ട് കാര്യമില്ല. ഇതെല്ലാം മനുഷ്യനെ കുഴക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളാണ്. ഇവയ്ക്കെല്ലാം തന്നെ നിയതമായ രൂപങ്ങൾ ഉണ്ടാവണം. ആ നിയത രൂപങ്ങൾ ഡിഫൈൻ ചെയ്ത് വെക്കണം. വരുമ്പോ കാണാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ സാധനം സ്പ്ലിറ്റ് ചെയ്ത് പോവുകയുള്ളൂ. ഇത് സ്ഥിരമായിട്ട് നിലനിൽക്കണമെങ്കിൽ അത് പ്രീ ഡിഫൈൻ ചെയ്ത് ആ ഡിഫിനിഷനെ അവിടെയുള്ള അംഗങ്ങൾ അംഗീകരിച്ച് അതിനെ ഒരു ഫ്രെയിംവർക്കായി കൊണ്ടുപോയാൽ മാത്രമേ ഈ ഗ്രാമം എക്സിസ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ഒരു ഇക്കോ വില്ലേജ് ഉണ്ടാക്കുക എന്നുള്ള ഒരവസ്ഥ ഉണ്ടാകുന്ന സമയത്ത് ആ ഇക്കോ വില്ലേജിൽ ആദ്യം വന്നു ചേരേണ്ടത് അതിനൊരു ദാർശനികമായിട്ടൊരു പശ്ചാത്തലം ഉണ്ടാവുക എന്നുള്ളതാണ്. ബോധത്തിന്റെ ഒരു പശ്ചാത്തലം ഉണ്ടാവുക എന്നുള്ളതാണ്. അതിനുശേഷം അതിനൊരു കമ്മ്യൂണിറ്റി രൂപം കൊള്ളണം. ആ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഇതിനൊരു സംഘടനാ രൂപത്തിലേക്ക് വരണം. പിന്നെ നമുക്ക് ഭൂമി സ്വായത്തമാക്കണം. അവിടെ നമുക്ക് വേണ്ടത് വിഭവങ്ങൾ ഉണ്ടാക്കണം. അവിടെ ഇതെല്ലാം എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതിന്റെ ആ നിർമ്മാണം, ഉൽപാദനം, ഉപഭോഗം തുടങ്ങിയ കാര്യങ്ങൾക്ക് നീക്കുപോക്കുകൾ ഉണ്ടാക്കണം. ഇതിന് പാകത്തിലുള്ള ഒരു ബോധ അവസ്ഥ ഉണ്ടാകാനായിട്ടൊരു വിദ്യാഭ്യാസ സമ്പ്രദായം ഉണ്ടായിരിക്കണം. ഇങ്ങനെ ഇക്കോ വില്ലേജ് എന്ന് പറയുന്ന ഒരിടത്ത് വെറുതെ ഒരു കെട്ടിടത്തിൽ അല്ലെങ്കിൽ ഒരു ഭൂമിയിൽ സ്ഥാപിക്കുന്ന ഒരു കാര്യമല്ല. അത് ബോധത്തില് കൂട്ടായ്മയിൽ ഉണ്ടാകുന്ന ഒന്നാണ്. അവിടെ നിന്നാണ് ആരംഭിക്കേണ്ടത്, അവിടെയാണ് അത് നിലനിൽക്കേണ്ടത്. അപ്പോ ഇക്കോ വില്ലേജ് എന്നുള്ള ഒരു ആശയത്തെ നടപ്പിലാക്കാൻ ഒരുങ്ങുമ്പോൾ ഇത്രയേറെ കാര്യങ്ങൾ പ്രാഥമികമായി ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യങ്ങൾ ബോധ്യമാവുക. ഇതിൽ എത്രത്തോളം നിങ്ങളിൽ പ്രായോഗികമാക്കാൻ പറ്റും എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല. അത് ഓരോരുത്തർക്കും ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ച് വ്യത്യാസപ്പെടും. ഇനി വേറൊന്നുമായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഈ വില്ലേജ് എന്നുള്ള രൂപത്തിൽ നടപ്പിലാക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് എങ്ങനെ നടപ്പിലാക്കാം എന്നുള്ള കാര്യം ഇനി നമുക്ക് സംസാരിക്കാം. തൽക്കാലത്തേക്ക് ഇക്കോ വില്ലേജ് എന്നുള്ളത് അതാണ് അത്യാവശ്യം. അതിനെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക. ആ ഇക്കോ വില്ലേജ് എന്നുള്ള ആശയം ഉണ്ടാക്കണമെങ്കിൽ ഇത്രയേറെ കാര്യങ്ങൾ വേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മെ പാകപ്പെടുത്തുകയും ആ വഴികളിലൂടെ യാത്ര ചെയ്യുകയും ചെയ്യുക. ഈ ബോധ്യം നിങ്ങളിലേക്ക് പങ്കിട്ടുകൊണ്ട് ഇന്നത്തെ ഈ
സെഷൻ ഇവിടെ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. തുടർന്നു കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.